ഹലോ ഓൾ. കഴിഞ്ഞ ദിവസം നമ്മൾ ഫോർത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇതിൽ നമ്മൾ ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇനി നമ്മൾ ജനറലായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഓഫ് ഫീഡ്ബാക്ക് എന്തൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതിന് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്കിലേക്കാണ്. ഓക്കെ, നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ്. നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ഗെയിന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. പോസിറ്റീവ് ഫീഡ്ബാക്കിലാകുമ്പോൾ ഗെയിന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം മേജർ അഡ്വാൻറ്റേജ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് എന്താണ്, ഇംപ്രൂവ്സ് പെർഫോമൻസ് ഓഫ് ദി ആംപ്ലിഫയർ. പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ രീതിയിലുള്ളതെന്ന് നോക്കാം. നമുക്കറിയാം നെഗറ്റീവിൻ്റെ ഒരു ഡ്രോബാക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന എന്താണ്, അതിൻ്റെ റിഡക്ഷൻ ഇൻ ഗെയിനാണ്. ഗെയിനിൽ റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു റിഡക്ഷൻ ഉണ്ടെങ്കിൽ കൂടിയും കുറച്ച് അഡ്വാൻറ്റേജസ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ്? നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇംപ്രൂവ്സ് ദി പെർഫോമൻസ് ഓഫ് ദി ആംപ്ലിഫയർ ഫ്രം സോ മെനി അതർ പോയിൻറ്റ്സ് ഓഫ് വ്യൂ, സച്ച് ആസ് ഇംപ്രൂവ്സ് ദി സ്റ്റെബിലിറ്റി ഓഫ് ആംപ്ലിഫയർ ഗെയിൻ. സ്റ്റെബിലിറ്റി എന്നുള്ളൊരു ഫാക്ടർ നമ്മൾ കഴിഞ്ഞ സെമ്മിലൊക്കെ പഠിച്ചിട്ടുണ്ട്, സ്റ്റെബിലിറ്റി ഫാക്ടറൊക്കെ. അപ്പം ഗെയിനിൻ്റെ സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് റെഡ്യൂസസ് ദി ഡിസ്റ്റോർഷൻ ആൻഡ് നോയ്സ്. ഈ ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിലെ ഡിസ്റ്റോർഷൻസും നോയ്സും റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഇൻക്രീസിങ് ഇൻപുട്ട് ഇമ്പിഡൻസ്. ഓക്കെ, ഇപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അവിടെ ഇൻപുട്ട് ഇമ്പിഡൻസ് ഇൻക്രീസ് ചെയ്യും ആൻഡ് ഡിക്രീസസ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ഓക്കെ, അപ്പോൾ ഒരു നെറ്റ്വർക്ക് സിസ്റ്റം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് നമുക്ക് എപ്പോഴും അറിയാം എന്താണ്, ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആയിരിക്കണം, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ലോ ആയിരിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്മിഷൻ പോസിബിൾ ആവുള്ളൂ. നമ്മൾ ഔട്ട്പുട്ടിൽ വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് ലോഡിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ലോ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഡിക്രീസ് ചെയ്യുന്നുണ്ട് ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. പിന്നെ ലാസ്റ്റിൽ വരുന്നതാണ് ഇൻക്രീസിങ് ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നു. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ. അപ്പം ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി മൈനസ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് കിട്ടും. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാനും എന്ത് യൂസ് ചെയ്യാം, ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ട് സാധിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ഓരോ പോയിൻറ്റും 5 പോയിൻറ്റ്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം വരുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ഗെയിൻ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റെബിലിറ്റി ഓഫ് ഗെയിൻ. അപ്പം നമുക്കറിയാം നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഗെയിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, ആംപ്ലിഫയർ ഗെയിൻ എന്ന് പറയുന്നത് AF ഈസ് ഈക്വൽ ടു A ഡിവൈഡഡ് ബൈ 1 + ABT ആയിരുന്നു അല്ലേ. A എന്ന് പറയുന്നത് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ, ബീറ്റ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഫാക്ടർ. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇഫ് യു മേക്ക് ABeta വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1, അതായത് ഈ ഒരു ടേം ഡിനോമിനേറ്ററിലുള്ള ഈ ഒരു ABeta എന്നുള്ള ടേം 1നേക്കാൾ വളരെ വലിയൊരു നമ്പറായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദെൻ ദി ഡിനോമിനേറ്റർ ഓഫ് ദി എബവ് ഇക്വേഷൻ ക്യാൻ നെഗ്ലക്റ്റ് യൂണിറ്റി. ഇവിടെയുള്ള ഈ 1 എന്നുള്ള ടേം നമുക്ക് ഒഴിവാക്കാം അല്ലേ. ആസ് കമ്പയർഡ് ടു ABeta. ABeta ഒരു വളരെ വലിയൊരു നമ്പറാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 1 lakh ആണെന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1 lakh + 1 എന്ന് പറഞ്ഞാൽ എന്താ, ഓൾമോസ്റ്റ് ഈക്വൽ ടു 1 lakh ആണ്. അതാണ് നമ്മൾ വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ 1നെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ മോഡിഫൈ ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും, AF ഈസ് ഈക്വൽ ടു A/ABeta എന്ന് എഴുതാമല്ലോ. അതായത് 1നെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. സോ എയും എയും ക്യാൻസൽ ചെയ്ത് പോകും. ഇതിന് എന്താ റിമൈനിങ് വരുന്നത്, 1/β. ഓക്കെ, സോ ഫീഡ്ബാക്ക് ഫാക്ടറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു ഗെയിൻ അല്ലേ. ഫീഡ്ബാക്ക് ഗെയിൻ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഫാക്ടറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, അതിൻ്റെ സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ആവും. ദാസ് ദി ഗെയിൻ ഓഫ് AF അല്ലേ, ഫീഡ്ബാക്ക് ഗെയിൻ AF ഈസ് മെയ്ഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഇൻറ്റേർണൽ ഗെയിൻ A. നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഇൻറ്റേർണൽ ഗെയിൻ A ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദി ഗെയിൻ AF ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ബീറ്റ വിച്ച് ഇൻ ടേൺ ഡിപ്പെൻഡ്സ് ഓൺ ദി പാസീവ് എലമെൻറ്റ്സ് സച്ച് ആസ് റെസിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഫീഡ്ബാക്ക് എലമെൻറ്റ്സിൻ്റെ ഡിപ്പെൻഡൻസ് എന്തിനൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ. ഏതിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഫീഡ്ബാക്ക്
ഫാക്ടർ ബീറ്റ ഇസ് ഈക്വൽ ടു R1 ബൈ R1 പ്ലസ് R2. നിങ്ങൾ നെറ്റ്വർക്ക് തിയറിയിലും ബാക്കി സബ്ജക്ട്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഫീഡ്ബാക്ക് ഫാക്ടർ ഇസ് ഈക്വൽ ടു R1 ബൈ R1 പ്ലസ് R2 പാസീവ് എലമെൻസിൻ്റെയാണ്. അത് ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മളിപ്പോൾ ജസ്റ്റ് മെൻഷൻ ചെയ്തത് മാത്രം. ഓക്കെ, സോ പോസിറ്റീവ് ഫീഡ്ബാക്കിലാകുമ്പോൾ ഈ ഒരു കണ്ടീഷൻ പോസിബിൾ ആവുമോ? നിങ്ങൾ നോക്കിയേ, ഇൻ പോസിറ്റീവ് ഫീഡ്ബാക്ക് കണ്ടീഷൻ ഇറ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? AF is equal to A divided by 1 മൈനസ് A ബീറ്റ എന്നായിരുന്നു. അപ്പം 1 മൈനസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതെപ്പോഴും ഒരു ചെറിയ നമ്പർ ആയിരിക്കും അല്ലേ. സോ ഇൻ പോസിറ്റീവ് ഫീഡ്ബാക്ക് ദിസ് കണ്ടീഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. AF ഡിപ്പെൻഡ്സ് ഓൺ A ബീറ്റ അല്ലേ. ഇൻ പോസിറ്റീവ് ഫീഡ്ബാക്കിൽ ആംപ്ലിഫയർ ഗെയിനിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ എനെ നമുക്ക് ഒഴിവാക്കാനൊരു പോസിബിലിറ്റി ഇല്ല. അപ്പോൾ ഇൻ ദാറ്റ് വേ സ്റ്റെബിലിറ്റി ഈസ് ഇംപ്രൂവ്ഡ് ഇൻ നെഗറ്റീവ് ഫീഡ്ബാക്ക്. ദെൻ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണ്? റിഡക്ഷൻ ഇൻ ഡിസ്റ്റോർഷൻ ആൻഡ് നോയ്സ്. എന്തൊക്കെയാണ് വരുന്നത്? ഡിസ്റ്റോർഷൻ ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ഈസ് ഗിവൺ ആസ് DF ഇസ് ഈക്വൽ ടു D ഡിവൈഡഡ് ബൈ 1 പ്ലസ് AB. അതായത് ഗെയിൻ എന്നുള്ളൊരു ഫാക്ടർ പോലെ തന്നെ നമ്മൾ ഡിസ്റ്റോർഷനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫീഡ്ബാക്ക് ഡിസ്റ്റോർഷൻ നമുക്ക് എങ്ങനെ എഴുതാം? അവിടെ എക്ക് പകരം നമ്മൾ D ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഡിസ്റ്റോർഷൻ, അതായത് ആംപ്ലിഫയർ നമ്മളുടെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ ആയിട്ടുള്ള ആംപ്ലിഫയറിൻ്റെ ഡിസ്റ്റോർഷൻ ഡിവൈഡഡ് ബൈ 1 പ്ലസ് A ബീറ്റ, അതായത് അതിൻ്റെ ഗെയിൻ ഇൻറ്റു ഫീഡ്ബാക്ക് ഫാക്ടർ. ഇതാണ് ഡിസ്റ്റോർഷൻ്റെ ഒരു ഇക്വേഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, സോ ഡിസ്റ്റോർഷൻ ഈസ് റെഡ്യൂസ്ഡ് ബൈ ദ സെയിം ഫാക്ടർ ആസ് ഗെയിൻ അല്ലേ. ഡിസ്റ്റോർഷൻ ഗെയിനുമായിട്ടാണ് ഇവിടെ ഡിപ്പെൻഡൻസ് അല്ലേ. ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? A എന്നുള്ള ടേം ഉണ്ട്. സോ ഡിസ്റ്റോർഷൻ ഈസ് റെഡ്യൂസ്ഡ് ബൈ ദി സെയിം ഫാക്ടർ ആസ് ഗെയിൻ. ഗെയിൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഗെയിൻ റെഡ്യൂസ്ഡ് ആവും എന്നുള്ളത് നമുക്കറിയാം. സോ ഡിസ്റ്റോർഷൻ എന്താവും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ ഡിസ്റ്റോർഷൻ കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇലക്ട്രിക്കൽ നോയ്സാണ് അല്ലേ. പല കാരണങ്ങൾ കൊണ്ടും നോയ്സസ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇഫ് ദ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് എംപ്ലോയ്ഡ് ദ നെറ്റ് നോയ്സ് ഇൻ ദി ഔട്ട്പുട്ട് റെഡ്യൂസസ്. നമുക്ക് ഔട്ട്പുട്ടിൽ മാക്സിമം നോയ്സ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് നമുക്ക് നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലേ. സോ ദ പെർഫോമൻസ് ഓഫ് ആംപ്ലിഫയർ ഈസ് മച്ച് ഇംപ്രൂവ്ഡ്. ഓക്കെ, സോ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് ഇതിൻ്റെ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ. ദെൻ അടുത്തൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു ഹാവ് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഫോർ ആൻ ആംപ്ലിഫയർ. നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു ആംപ്ലിഫയർ ആണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആയിരിക്കണം അല്ലേ. ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ദി ഹെൽപ്പ് ഓഫ് നെഗറ്റീവ് സീരീസ് വോൾട്ടേജ് ഫീഡ്ബാക്ക്. ഇത് നമ്മുടെ ഫീഡ്ബാക്ക് ടോപ്പോളജീസിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ടെക്നിക്കാണ്. എന്താണ്? നെഗറ്റീവ് സീരീസ് വോൾട്ടേജ് ഫീഡ്ബാക്ക്. അത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇൻപുട്ട് ഇമ്പിഡൻസ് ആഫ്റ്റർ ഫീഡ്ബാക്ക്, അതിന് നമുക്ക് ZIF എന്ന് എഴുതാം. അതായത് ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് ആഫ്റ്റർ ഫീഡ്ബാക്ക് F. ഓക്കെ, സോ ഇൻപുട്ട് ഇമ്പിഡൻസ് ആഫ്റ്റർ ഫീഡ്ബാക്ക് ഈസ് ഗിവൺ ബൈ ZI ഇൻറ്റു 1 പ്ലസ് A ബീറ്റ. ഓക്കെ, ZI എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫ് ദി ആംപ്ലിഫയർ ആണ്. ദെൻ എയും ബീറ്റയും എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. ആംപ്ലിഫയറിൻ്റെ ഗെയിനും ഫീഡ്ബാക്ക് ഫാക്ടറുമാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇൻപുട്ട് ഇമ്പിഡൻസ് ZIF is equal to ZI into 1 plus A beta. Thus we can see that the input impedance is increased by a factor 1 plus A beta. ഫീഡ്ബാക്കിന് ശേഷം നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ അതിൻ്റെ ശേഷം ഇൻപുട്ട് ഇമ്പിഡൻസ് ഇൻക്രീസ് ചെയ്യും അല്ലേ. എന്തുകൊണ്ടാണ്? 1 plus A beta ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. സോ ഇൻപുട്ട് ഇമ്പിഡൻസ് വിൽ ബി ഇൻക്രീസിങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിക്രീസിങ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ്. ഇതെങ്ങനെയാണുള്ളത് നോക്കാം. ഡിക്രീസിങ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ആൻ ആംപ്ലിഫയർ വിത്ത് ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഈസ് capable of delivering power to the load without much loss അല്ലേ. നമ്മളെപ്പോഴും ഒരു ഡിസൈറബിൾ ഫാക്ടറായിട്ട് പറയുന്നത് എന്താണ്? ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസും ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസുമാണ്. സച്ച് എ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് അച്ചീവ്ഡ് ബൈ എംപ്ലോയിങ് നെഗറ്റീവ് സീരീസ് വോൾട്ടേജ് ഫീഡ്ബാക്ക് ഇൻ ദി ആംപ്ലിഫയർ. ഓക്കെ, നെഗറ്റീവ് സീരീസ് വോൾട്ടേജ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഔട്ട്പുട്ട് ഇമ്പിഡൻസിന് നമുക്ക് നേരത്തെ ഇൻപുട്ട് ഇമ്പിഡൻസിന് ചെയ്ത പോലെ തന്നെ ഒരു ഇക്വേഷനായിട്ട് എഴുതി കഴിഞ്ഞാൽ
output impedance Z out feedback after feedback. So ZOF is equal to ZO by 1 plus A beta ആണ്. നേരത്തെ എന്തായിരുന്നു ZI into 1 plus A beta ആയിരുന്നു. ഇവിടെ Z divided by 1 plus A beta എന്നുള്ള ഫോമിലാണ് വരുന്നത്. Okay. Thus we can see that the output impedance is reduced by a factor of 1 plus A beta. അല്ലേ? ZO divided by ആയത് കാരണം 1 plus A beta ടേം ഒരു ഫാക്ടർ റെഡ്യൂസ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് നമുക്ക് കിട്ടുന്നത്. സെറ്റ് ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ്. അതിൽ നിന്നും എത്രയും കുറയും? ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ ബീറ്റ. അത്രയായിരിക്കും ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആയിട്ട് നമുക്ക് ഇൻ ഇഫക്റ്റ് കിട്ടുന്നത്. സോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഈസ് ഓൾസോ റെഡ്യൂസ്ഡ്. ദെൻ ഫൈനലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഇൻക്രീസ് ഇൻ ബാൻഡ് വിഡ്ത്താണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ? ബാൻഡ് വിഡ്ത്ത് ഈസ് ദി FUC, അതായത് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി മൈനസ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അതാണ് ബാൻഡ് വിഡ്ത്ത് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് അതിൽ നമ്മൾ നോക്കേണ്ടത് ബാൻഡ് വിഡ്ത്തിൻ്റെ ടേംസിൽ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. അതായത് വി നോ ദാറ്റ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻ ആംപ്ലിഫയർ റെഡ്യൂസസ് ഇറ്റ്സ് ഗെയിൻ. അത് നമുക്ക് ബേസിക്കായിട്ട് അറിയുന്ന കാര്യമാണ് അല്ലേ? ഗെയിൻ റെഡ്യൂസ് ചെയ്യാണ് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ചെയ്തത്. ഇഫ് എ ഈസ് ദി തെർമൽ ഗെയിൻ ഇൻറ്റേർണൽ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇൻറ്റേർണൽ ഗെയിൻ ആണ് എ ആംപ്ലിഫയറിൻ്റെ. ബീറ്റ ഈസ് ദി ഫീഡ്ബാക്ക് ഫാക്ടർ. ദെൻ ദി ഗെയിൻ ഈസ് റെഡ്യൂസ്ഡ് ബൈ എ ഫാക്ടർ 1 പ്ലസ് എ ബീറ്റ. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ദ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓൾസോ എഫക്ട്സ് ദി കട്ട് ഓഫ് ഫ്രീക്വൻസീസ്. അപ്പം നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ത് ചെയ്യും? അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി F1 ഈസ് ലോവേർഡ് ബൈ എ ഫാക്ടർ 1 പ്ലസ് എ ബീറ്റ ആൻഡ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി F2 ഈസ് റൈസ്ഡ് ബൈ സം ഫാക്ടർ 1 പ്ലസ് എ ബീറ്റ ബൈ വിച്ച് ഗെയിൻ ഈസ് റെഡ്യൂസ്ഡ്. ഓക്കെ. സോ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താവും? കുറച്ചും കൂടി കുറയും. എത്രയും നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഫാക്ടർ 1 പ്ലസ് എ ബീറ്റ, ആ ഫാക്ടർ കുറയും. എന്തിന്? ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി F1. F2 എന്താ? അത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. F2 വന്ന സമയത്ത് ഇൻക്രീസസ് ബൈ 1 പ്ലസ് എ ബീറ്റ. ഓക്കെ. അപ്പം ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി വീണ്ടും കുറയുകയും അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി വീണ്ടും കൂടുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബാൻഡ് വിഡ്ത്ത് വിൽ അഗെയിൻ ഇൻക്രീസ് അല്ലേ? അതിൻ്റെ ഡിഫറൻസ് വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. സോ ബാൻഡ് വിഡ്ത്ത് വിൽ ഓൾസോ ഇൻക്രീസ്. ഓക്കെ. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും എന്നുള്ളത് ഫീഡ്ബാക്കിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെ. ഇൻപുട്ട് ഇമ്പിഡൻസും ഔട്ട്പുട്ട് ഇമ്പിഡൻസും ഗെയിനും ബാൻഡ് വിഡ്ത്തും ഒക്കെ ഇതിൻ്റെ പാരാമീറ്റേഴ്സാണ്. അപ്പോൾ പ്രോപ്പർട്ടീസ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതെല്ലാം എഴുതാൻ പറ്റും. ഇനി വേറെ കുറച്ച് ടേംസും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലൂപ്പ് ഗെയിൻ. ഓക്കെ. ലൂപ്പ് ഗെയിൻ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ് ഫീഡ്ബാക്കിൽ. നമുക്കറിയാം എ ബീറ്റ, നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും വരുന്ന ടേമാണ് എ ബീറ്റ എന്നുള്ളത് അല്ലേ? എ ബീറ്റ ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി ആംപ്ലിഫയർ ഗെയിൻ അല്ലേ? എന്ന് പറയുന്നത് ആംപ്ലിഫയർ ഗെയിൻ ആണ്. ആൻഡ് ഫീഡ്ബാക്ക് ഫാക്ടർ ഓഫ് ദി ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ബീറ്റ എന്ന് പറയുന്നതാണ് ഫീഡ്ബാക്ക് ഫാക്ടർ. അപ്പോൾ നമുക്ക് അതിൻ്റെ വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്, നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെയും പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെയും. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്കാണ് വരുന്നതെങ്കിൽ ഫീഡ്ബാക്ക് ഗെയിൻ AF is equal to A by 1 plus A beta ആണ്. നെഗറ്റീവിന് പ്ലസും പോസിറ്റീവിന് ഡിനോമിനേറ്ററിൽ നെഗറ്റീവാണ് വരിക. ആ രീതിയിൽ നമ്മൾ ഓർത്തിരുന്നാൽ മതി. പോസിറ്റീവ് ആകുമ്പോൾ നെഗറ്റീവും, നെഗറ്റീവ് ആകുമ്പോൾ പ്ലസും. AF is equal to A divided by 1 minus A beta ആണ് പോസിറ്റീവ് ഫീഡ്ബാക്കിനുള്ളത്. ഓക്കെ. സോ ആ ഇക്വേഷൻസ് ഓർത്തിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താണ് ഈ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. This equation shows that the gain reduced or increased by a factor എന്താണ് 1 plus A beta. നമ്മൾ നേരത്തെ പറഞ്ഞ കേസിലൊക്കെ എപ്പോഴും എന്താണ് ഈ പാരാമീറ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നത് 1 പ്ലസ് അല്ലെങ്കിൽ -1 പ്ലസ് ഓർ മൈനസ് എ ബീറ്റ എന്നുള്ളൊരു ഫാക്ടർ വെച്ചിട്ടാണ് അല്ലേ? ഡ്യൂ ടു ദി ഫീഡ്ബാക്ക്. ദിസ് ടേം 1 പ്ലസ് ഓർ മൈനസ് എ ബീറ്റ ഈസ് ജനറലി റെഫേർഡ് ആസ് ലൂപ്പ് ഗെയിൻ. ആ ഒരു ടേമിനെയാണ് നമ്മൾ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ. ഫോർ പോസിറ്റീവ് ഫീഡ്ബാക്കിന് എന്താണ്? മോഡുലസ് ഓഫ് 1 മൈനസ് എ ബീറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് ഫീഡ്ബാക്കിൽ 1 മൈനസ് എ ബീറ്റ ആണ്. അതായത് 1നെക്കാട്ടും ചെറിയൊരു വാല്യൂ ആയിരിക്കും എപ്പോഴും കിട്ടുക. ഇറ്റ് വിൽ ഓൾവേസ് ബി ലെസ് ദാൻ 1. ഫോർ നെഗറ്റീവ് ഫീഡ്ബാക്കിലോ 1 പ്ലസ് എ ബീറ്റ ആണ്. സോ ഇറ്റ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ. ആ ഒരു കാര്യം നിങ്ങൾ
ഓർത്തിരിക്കാം. സോ ദ ഗെയിൻ റിഡക്ഷൻ അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റ് ഫാക്ടർ ഈസ് കാൾഡ് എമൗണ്ട് ഓഫ് ഫീഡ്ബാക്ക്. ഓക്കെ, അതായത് ആ ഒരു ഫാക്ടർ ഉണ്ടല്ലോ 1+A_β, അതിനെയാണ് നമ്മൾ എമൗണ്ട് ഓഫ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അതിനെ തന്നെയാണ് നമ്മൾ ലൂപ്പ് ഗെയിൻ എന്നും പറയുന്നത്. ഓക്കെ, ദെൻ ഫൈനലി വരുന്ന ഒരു ടേമാണ് സെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റി എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്? എന്താണ് അല്ലേ? ഔട്ട്പുട്ടിൽ വരുന്ന ചേഞ്ചിനെ ഇൻപുട്ടിൽ എത്രമാത്രം, അല്ലെങ്കിൽ ഇൻപുട്ടിൽ വരുന്ന ഒരു ചെറിയ ചേഞ്ച് ഔട്ട്പുട്ടിൽ എത്രമാത്രം എഫക്റ്റ് വരുന്നു എന്നുള്ളതിനാണ് നമ്മൾ സെൻസിറ്റിവിറ്റി പറയുന്നത്. അപ്പോൾ ഇതിൽ ഫീഡ്ബാക്കിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ദ റേഷ്യോ ഓഫ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് ടു ദി ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് ഈസ് സെൻസിറ്റിവിറ്റി. അല്ല, ഫീഡ്ബാക്ക് വെച്ചിട്ടുള്ള ഗെയിനിലെ ചേഞ്ചും ഫീഡ്ബാക്ക് ഇല്ലാത്ത ഗെയിനിലെ ചേഞ്ചും തമ്മിലുള്ള റേഷ്യോ ആണെന്ത്? സെൻസിറ്റിവിറ്റി. ദ റേഷ്യോ ഓഫ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക്. അപ്പം ഗെയിൻ വിത്ത് ഫീഡ്ബാക്കിൻ്റെ ചേഞ്ചിന് നമുക്ക് എങ്ങനെ എഴുതാം? DAF/AF അല്ലേ? ചേഞ്ച് ഇൻ ഫീഡ്ബാക്ക് ഗെയിൻ ഡിവൈഡഡ് ബൈ, അതാണ് ചേഞ്ച്. ദെൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോഴോ DA മാത്രമേ വരൂ, DA/A ചേഞ്ചിനെ. ഈ ഒരു ഫ്രാക്ഷനെ അല്ലെങ്കിൽ റേഷ്യോനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ നെക്സ്റ്റ് പേജ് എടുക്കാം. സോ സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് ഡിവൈഡഡ് ബൈ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നേരത്തെ ഞാൻ പറഞ്ഞ പോലെ DAF/AF ഡിവൈഡഡ് ബൈ DA/A. എന്താ സംഭവം മനസ്സിലായല്ലോ? ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഓഫ് ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് മുകളിലും വിത്തൗട്ട് ഫീഡ്ബാക്ക് താഴെയും, അതിൻ്റെ റേഷ്യോ ആണ് സെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റിനെ പിന്നെ നമുക്ക് വേറൊരു ഇക്വേഷനിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 1/1+A_β. 1/1+A_β. നേരത്തെ നമ്മൾ A/1+A_β എന്നായിരുന്നു AFൻ്റെ ഇക്വേഷനായിട്ട് എഴുതിയിരുന്നത്. ഇവിടെ നമ്മൾ 1/1+A_β ആണ് സെൻസിറ്റിവിറ്റി ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് സെൻസിറ്റിവിറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡീസെൻസിറ്റിവിറ്റി. ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ നേരെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരണം. ന്യൂമറേറ്ററിൽ വിത്തൗട്ട് ഫീഡ്ബാക്കും ഡിനോമിനേറ്ററിൽ വിത്ത് ഫീഡ്ബാക്കും വരുന്ന രീതിയിലുള്ള ഫ്രാക്ഷൻ. ദ റേഷ്യോ ഓഫ് ഫ്രാക്ഷണൽ ചേഞ്ച് ഓഫ് ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് ടു ദി ഫ്രാക്ഷണൽ ചേഞ്ച് ഓഫ് ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക്, അതിനെയാണ് നമ്മൾ ഡീസെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഫീഡ്ബാക്കിൽ വരുന്ന മറ്റൊരു ടേമാണ് ഡീസെൻസിറ്റിവിറ്റി. സോ വിത്തൗട്ട് ഫീഡ്ബാക്കിന് നമുക്ക് DA/DA എന്ന് എഴുതാം. വിത്ത് ഫീഡ്ബാക്കിന് നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് DAF/AF. ഓക്കെ, സോ ഈ ഒരു ഫ്രാക്ഷനെയാണ് നമ്മൾ ഡീസെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നമുക്ക് വീണ്ടും റെപ്രസെൻറ്റ് ചെയ്യാം. അതിൻ്റെ നേരത്തെ സെൻസിറ്റിവിറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ 1/1+A_β ആയിരുന്നു. അപ്പോൾ ഡീസെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് 1+A_β ആണ്. ഡീസെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു 1+A_β. ഓക്കെ, ജസ്റ്റ് ഇൻവേഴ്സ് ഓഫ് സെൻസിറ്റിവിറ്റി. ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ റെസിപ്രോക്കൽ ഓഫ് സെൻസിറ്റിവിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1/S ആണ് ഡീസെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നോട്ട്സ് അയക്കാം.